ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി 15-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അപ്പോൾ മുടന്തർ, കുരുടർ, ഊമർ, വികലാംഗർ തുടങ്ങിയ അനേകരുമായി വലിയ ജനക്കൂട്ടം അവൻ്റെ അടുക്കൽ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും ജനക്കൂട്ടം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. മത്തായി 15-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ വേദഭാഗം മറ്റനേകം ഇൻഡിപെൻഡൻ്റായ അല്ലെങ്കിൽ വ്യക്തിഗതമായ അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. വിശാലമായ അർത്ഥത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിന് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ വെച്ച് സൗഖ്യം പ്രാപിച്ച അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ധ്യാനിപ്പിക്കുവാനും സമർപ്പിക്കുവാനും ഹേതുവായിത്തീരും. അതിനുള്ള അനുഭവമായി ഈ അത്ഭുതത്തെ പറ്റിയുള്ള വ്യാഖ്യാനം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ സാധാരണയായി കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റി പഠിക്കുന്നത് ഒരു കുരുടന് സൗഖ്യമായി, ഒരു മുടന്തന് സൗഖ്യമായി, ഒരു തളർവാദിക്ക് സൗഖ്യമായി എന്നുള്ള രീതിയിലാണ്. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ അനേകമുണ്ട്. വിശുദ്ധ യോഹന്നാൻ സാക്ഷിക്കുന്നത് പോലെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയാൽ ഈ ലോകത്തിൽ തന്നെ നിൽക്കുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, പ്രത്യേകിച്ച് ഗലീല കടലിനരികെയുള്ള മലയിൽ വെച്ച് കർത്താവ് കൊടുത്ത, അനേകർക്ക് കൊടുത്ത ഈ സൗഖ്യം നമുക്കൊരു പാഠവിഷയമായിട്ട് മാറണം. ചിലർക്കൊക്കെ കൊടുത്ത അസുഖങ്ങൾ, രോഗസൗഖ്യം നമ്മൾ വായിക്കുമ്പോഴേ അവർക്ക് പേരില്ല, നാടില്ല, അവരാരാണെന്ന് അറിയത്തില്ല, ആരുടെ മകനാണെന്നോ മകളാണെന്നോ അറിയത്തില്ല. എന്നാൽ മറ്റു ചിലർക്ക് കൊടുത്ത സൗഖ്യം അവർ ആരുടെ മകനാണെന്നറിയാം. ഇപ്പം ബർത്തിമായിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു, അവൻ തിമായുടെ പുത്രനാണെന്നറിയാം. ലാസറിന് സൗഖ്യം കൊടുത്തു, ലാസറിനെ ഉയർപ്പിച്ചു, ലാസർ ആരാണെന്നറിയാം. അല്ലെങ്കിൽ നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ, ആ വിധവയുടെ പേരും മകൻ്റെ പേരും അറിയത്തില്ലെങ്കിലും ആ പട്ടണക്കാരനാണെന്നറിയാം, നയീൻ എന്ന് പറയുന്ന പട്ടണക്കാരനാണെന്നറിയാം. യായിറോസിൻ്റെ മകളുടെ പേരറിയത്തില്ലെങ്കിലും യായിറോസിൻ്റെ പേരറിയാവുന്നത് കൊണ്ട് ആ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്നാൽ ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ അറിയാതെ സൗഖ്യം പ്രാപിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അത്തരക്കാരുടെ ഒന്നും ഐഡൻറ്റിറ്റി സുവിശേഷകന്മാരെ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ വിശുദ്ധ മത്തായി പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുവിശേഷം എഴുതിയത്. കഴിയുന്നതും കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ സുവിശേഷത്തിൽ തന്നെയാണ്. സൗഖ്യമായവരുടെയും മറ്റു പശ്ചാത്തലം ഉൾപ്പെടെ അതിൻ്റെ അകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഗലീലയ്ക്കടുത്തുള്ള മലയിൽ വെച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ കനാന്യ സ്ത്രീയുടെ മകളെ വരെ സൗഖ്യമാക്കിയ കാര്യം പറയുന്നുണ്ട്. സുറഫേനീക്കക്കാരി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയത് അതുവരെ മത്തായി പറയുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ടു താഴെ കൂടി വന്ന 100 കണക്കിന് പേരെ സൗഖ്യമാക്കിയപ്പോൾ അത് കൂടുതലായി വിശദീകരിക്കാതെ 2 വാക്യങ്ങളിലായി അത് എഴുതി നിർത്തുകയാണ്. മുടന്തർ, കുരുടർ, ഊമർ, വികലാംഗർ തുടങ്ങിയ അനേകരുമായി വലിയ ജനക്കൂട്ടം അവൻ്റെ അടുക്കൽ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. ആ ഒരു പശ്ചാത്തലം നമ്മളുടെ മനസ്സിലേക്കൊന്ന് കടന്നു വന്നാട്ടം. സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി സൗഖ്യദായകനെ തേടി വന്ന, ദിവ്യഗുരുവിനെ തേടി വന്ന ഒരു വലിയ ജനക്കൂട്ടം. അവരൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ സൗഖ്യം പ്രാപിക്കുവാൻ കിടക്കുകയാണ്. അവൻ്റെ അനുവാദത്തോടു കൂടിയൊന്നുമല്ല, കർത്താവുണ്ടെന്നറിഞ്ഞ് ഓരോ വിധത്തിലുള്ള രോഗികളെയും അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിവിധ രോഗങ്ങൾ ബാധിച്ച അനേകരുമായി അവൻ്റെ അടുക്കൽ വന്നു. അവർക്കൊക്കെയും അവൻ സൗഖ്യം കൊടുത്തു. അതെ, സൗഖ്യത്തിൻ്റെ ഒരു പ്രത്യേകമായ തലം അതാണ്. ചിലപ്പോൾ കൊടുത്ത സൗഖ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പ്രാപിച്ചവരെക്കുറിച്ചും അറിയാം. മറ്റു ചിലപ്പോൾ അവരെക്കുറിച്ച് മറ്റാർക്കും അറിയത്തില്ല, ഒരു വ്യക്തിയും അറിയത്തില്ല. നമ്മളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് സഹോദരങ്ങളെ. നമ്മളൊക്കെ ഒരുപാട് മേഖലകളിൽ ഇടപെടുന്നവരാണ്, ഒരുപാട് പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നവരാണ്, പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രസക്തി, പ്രാധാന്യം എല്ലാവരും അറിയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? പ്രിയ സഹോദര സഹോദരി, നീ ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേരെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ നിനക്ക്, ഞാൻ ചെയ്ത പ്രധാനപ്പെട്ട സംഗതികൾ ആരും അറിഞ്ഞിട്ടില്ല, എന്നാൽ അപ്രധാനങ്ങളായ വസ്തുതകൾ പലരും അറിഞ്ഞിട്ടുണ്ട്. പ്രധാന സംഗതികൾ അറിഞ്ഞിട്ടുമില്ല, അപ്രധാനമായ സംഗതികൾ പലരും അറിഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വെല്ലുവിളിയാണ്. കർത്താവ് കൊടുത്ത ഒരു അന്ധൻ്റെ കാര്യം വരെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂട്ടത്തോടെ സൗഖ്യമാക്കിയ തളർവാദികൾ, കുരുടർ, മുടന്തർ, ചെകിടർ, ഇവരുടെ പേര് ആരും അറിയുന്നില്ല. എന്നിട്ടും യാതൊരു പരിഭവവും പരാതിയുമില്ലാത്ത കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ഞാനും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളുടെ പ്രവൃത്തികൾ എല്ലാവരും ഉയർത്തിക്കാണിക്കണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ഒറ്റ കാര്യം ഓർത്താൽ മതി, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് മാത്രം വെളിച്ചത്ത് വന്നാൽ മതി. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ എത്ര സഹായിച്ചാലും, എത്രമാത്രം പിന്തുണച്ചാലും, പലർക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുത്താലും, ഒരുപക്ഷെ അവർ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോയാലും, ഒറ്റ കാര്യം ഓർത്തോണം, കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിലെ നാം കാണുന്ന, നമ്മൾ കാണുന്ന വലിമകളേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം വില തരുന്ന കാര്യങ്ങൾ അതെപ്പോഴും ഉയർന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളല്ല ലോകദൃഷ്ടിയിലേക്ക് വരുന്നത്. വലിയ കാര്യങ്ങൾക്കൊരു ചെറിയ കാര്യത്തിൻ്റെ പോലും പ്രസക്തി ഉണ്ടായെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഓർക്കാതെ പോയ ചില കാര്യങ്ങൾ, അത് വലിയ രീതിയിൽ സാക്ഷിക്കപ്പെടുന്നത് നമ്മൾക്ക് കാണാം. നമുക്ക് തന്നെ അനുഭവങ്ങളില്ലയോ സഹോദരങ്ങളെ? നമ്മൾ കൊടുത്ത ലക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ 10,000-ങ്ങളുടെയോ കണക്കുകളൊന്നുമല്ല ചിലപ്പോൾ വലുതായിട്ടുള്ളത്. അതൊന്നുമല്ലാത്ത ചില കൊച്ചു കാര്യങ്ങൾ, കൊച്ചു വാക്കുകൾ, അതെത്രയോ ശ്രേഷ്ഠമായി ലോകത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു കഥ ഒരു പക്ഷേ കേട്ട് കാണാം. പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ, അറിഞ്ഞുകൊണ്ടൊരു നന്മയും ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് ഉറച്ച ഒരു മനുഷ്യൻ, അവനൊരിക്കൽ റോഡിലൂടെ നടന്നു പോവുകയാണ്. നല്ല വെയിലുള്ള ഒരു സമയം. അവൻ്റെ വഴിത്താരയിൽ ഒരു ചിലന്തി വന്നുപെട്ടു. ആ ചിലന്തി റോഡിൽ കിടന്ന്, അവൻ്റെ വഴിത്താരയിൽ കിടന്ന് വെയിൽ കൊണ്ട് പൊളയുകയാണ്. ഒറ്റ ചവിട്ടിനതിനെ കൊല്ലാനാണ് അവൻ ആദ്യം ശ്രമിച്ചത്. എന്നാൽ പെട്ടെന്ന് മനസ്സ് പിൻവലിച്ച് അടുത്ത് കിടന്ന ഒരു ചെറിയ ഇല തട്ടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അവൻ പോകുകയും ചെയ്തു. അതിനെന്ത് സംഭവിച്ചുവെന്ന് അവൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു പോലുമില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. അവൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്കനുസരിച്ച് പാതാളത്തിലേക്ക് പോയി. പാതാളത്തിൽ വീണപ്പോൾ അവൻ നോക്കിയപ്പോൾ അതാ കട്ടിയേറിയ വട്ടം പോലുള്ള ചിലന്തി വല സ്വർഗത്തിൽ നിന്ന് ആ പാതാളത്തിലേക്ക് നീണ്ടു കിടക്കുന്നു. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല, അതിൽ കയറിപ്പിടിച്ചു മുകളിലേക്ക് വരുവാൻ അവന് ആഹ്വാനവും കിട്ടി. അവൻ മുകളിലേക്ക് ചെന്നു, സ്വർഗത്തിൻ്റെ വാതിലെത്തി. ആ പടിവാതിൽ നിന്നുകൊണ്ട് ആ ചിലന്തി വലയിൽ തന്നെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ മനോഹാരിത അവൻ കൺകുളിർക്കി ഒന്ന് കണ്ടു. കാലുവെച്ചതിൻ്റെ പടിക്കെട്ടിലേക്ക് ചവിട്ടുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ചിലന്തി വല പൊട്ടി താഴേക്ക് വരികയും ചെയ്തു. ഉടനെ ഒരു ശബ്ദം അവൻ കേട്ടു, നിൻ്റെ ജീവിതത്തിൽ നീ ആകെ ചെയ്തത് വെയിലുകൊണ്ട് ചാകാൻ തുടങ്ങിയ ഒരു ചിലന്തിയെ അറിയാതെയാണെങ്കിലും ഒരില തട്ടിയിട്ട് തണൽ കൊടുത്ത് നീ രക്ഷപ്പെടുത്തി.
അതിൻ്റെ നന്മയാണ് നീ ഇന്ന് അനുഭവിച്ചത്. മറ്റ് നന്മകളിലൂടെ നീ ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ഈ സ്വർഗരാജ്യം അനുഭവിക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തിലുമൊക്കെ അതുപോലെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും ഗുണവും എല്ലാത്തിൻ്റെയും ക്രിയാത്മകമായ വശങ്ങളും പിന്തുണകളും ഒന്നും നമ്മൾ നേടാൻ ശ്രമിക്കരുത്. അതിനേക്കാൾ ഉപരി ദൈവം തരുന്ന മേന്മകൾ മാത്രം മതി. അനേകർക്ക് സൗഖ്യം കൊടുത്തിട്ടും ഒരു വരികളിലായി അവരാരെന്നോ എന്തെന്നോ എവിടുത്തുകാരെന്നോ ഒന്നും സുവിശേഷകർ ഉൾപ്പെടെ പറയാതിരുന്നിട്ടും അത് നമുക്കൊരു ധ്യാനമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതൊരു അനുഭവമായി മാറട്ടെ എന്ന് ഈ ചിന്തയിലൂടെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി, ആ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അവരെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ കൊണ്ടിരുത്തുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ പറയുന്നത് വെറും സൗഖ്യം പ്രാപിച്ചു എന്നല്ല. ഊമർ സംസാരിച്ചു, വികലാംഗർ സൗഖ്യമായി, മുടന്തർ നടന്നു, കുരുടർ കണ്ടു. അങ്ങനെയൊരു സൗഖ്യം അവിടെ നടന്നത്. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അവരെ കൊണ്ടുവന്നു. ആ പാദപീഠത്തെങ്കിലിരുന്ന ഊമറുടെയും കുരുടരുടെയും മുടന്തരുടെയും വികലാംഗരുടെയും ഒക്കെ മനോഭാവം എന്തായിരിക്കും? മുടന്തനായവൻ ആ മുടന്തുള്ള അനുഭവത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലിരുന്നു. കുരുടനായവൻ കാഴ്ചയില്ലാതെ ഇരുന്നു. ഊമരായവർ മിണ്ടാതെ ഇരുന്നു. വികലാംഗർ ആ ക്ഷീണാവസ്ഥയിൽ തന്നെ ഇരുന്നു. കൂടിയ ജനക്കൂട്ടം വലുതായിരുന്നു. ആ ജനക്കൂട്ടം കർത്താവിനോട് സംഭാഷിച്ചിരുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന മുടന്തർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഊമർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. വികലാംഗർക്ക് ആരോഗ്യത്തോടെ പോകാൻ പറ്റത്തില്ലായിരുന്നു. കുരുടർക്ക് കാണാനും പറ്റത്തില്ലായിരുന്നു. അതെ, കർത്താവിൻ്റെ മുൻപിൽ കൂടിയിരുന്ന ജനസമൂഹം, മിടുക്കരായ ജനസമൂഹം, അവർ കാണുകയും ചെയ്തു, ആരോഗ്യത്തോടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു, ഘോഷസ്വരങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിനൊന്നും ശേഷിയില്ലാതിരുന്നിട്ടും കർത്താവിൻ്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെട്ട കുറേ വിഭാഗങ്ങളുണ്ടായിരുന്നു. കർത്താവിനെ കാണാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു, കേൾക്കാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു, നടക്കാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു. കാണാനും കേൾക്കാനും നടക്കാനും ശക്തിയോടെ പ്രതികരിക്കുവാനും സാധിക്കാതിരുന്ന ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ മുടന്ത്, അവരുടെ കാഴ്ചയില്ലായ്മ, അവരുടെ കേൾവിയില്ലായ്മ, സംസാരിക്കാൻ സാധിക്കാതിരുന്ന അനുഭവം സംസാരിച്ചവരുടേതിനേക്കാളും കർത്താവിനെ സ്പർശിക്കുവാൻ തക്കവണ്ണം ഹേതുവായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഇറങ്ങി ജീവിക്കുന്ന സമൂഹത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ എത്ര മിടുക്കരായിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദര, ചിലർ വലിയ വാഹനങ്ങളിൽ വന്നിറങ്ങുന്നത് നീ കാണും, വലിയ ഭവനങ്ങളിൽ താമസിക്കുന്നത് നീ കാണും, വലിയ സന്തോഷസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നത് നീ കാണും, ആഹ്ലാദത്തോടെ തലമുറയോടൊപ്പം പോകുന്നത് നീ കാണും. ചിലപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. കുരുടരെന്ന് പറഞ്ഞാൽ കാശ് നഷ്ടപ്പെട്ടു എന്ന് മാത്രം നമ്മൾ എടുക്കണ്ട. നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട്. പക്ഷേ നിറഞ്ഞ കണ്ണോടെ അതിനെയൊന്നും ഒന്ന് കാണാൻ, ആസ്വദിച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുരുടന്മാരാ. നമുക്ക് വാഹനമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ജീവിതത്തിലെ ചില പ്രത്യേക അനുഭവങ്ങൾ മൂലം നമുക്ക് ഇറങ്ങി നടക്കാനും തലയുയർത്തി നടക്കാനും പറ്റിയില്ലെങ്കിൽ നമ്മൾ മുടന്തന്മാരും വികലാംഗരുമാണ്. നമ്മൾക്ക് പുകഴ്ത്തുവാൻ തക്കവണ്ണം ഒത്തിരി പേരുണ്ടെങ്കിലും നമ്മളുടെ ആന്തരിക വേദനകൾ മൂലം ലോകം പറയുന്നതൊന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെകിടന്മാർ. അതെ, കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയ ഊമരെയും മുടന്തരെയും ചെകിടരെയും വികലാംഗരെയും ഒക്കെ നമ്മൾ ഒരു നിമിഷമെന്ന് ഓർക്കണം. ഇതിനെല്ലാം സാഹചര്യമുള്ളവരുടെ മുൻപിൽ ഇതിനൊന്നും സാധിക്കാതെ ആയി തീർക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട ഒരു വലിയ വിഭാഗം. അതൊരു വെല്ലുവിളിയല്ലേ? നമ്മളിവരെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാതെ പോയവരുടെ വീക്ഷണഗതികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായം പറയാനുണ്ടെങ്കിലും അതിന് സാഹചര്യം ലഭിക്കാത്തവരുടെ നിസ്സഹായാവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
നമ്മൾ ഓടി നടക്കുമ്പോൾ, ചാടി നടന്നുകൊണ്ട് എല്ലാ മേഖലയിലും എത്തുമ്പോൾ നമ്മളോടൊപ്പം എത്താൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാതെ പോയവരുടെ നെടുവീർപ്പിൻ്റെ സ്വരം നമ്മളുടെ ചെവികളിൽ എത്തിയിട്ടുണ്ടോ? കർത്താവിൻ്റെ ചെവികളിൽ അതെത്തി. അവൻ ഉപദേശം പറഞ്ഞപ്പോൾ, സാക്ഷ്യം നൽകിയപ്പോൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അത് കാണാനും കേൾക്കാനും സാധിക്കാത്തവർ, തന്നോടൊപ്പം നടന്നെത്താൻ സാധിക്കാത്തവർ, മറ്റുള്ളവർ ഉന്തിത്തള്ളിക്കൊണ്ട് വന്നവർ, അത്തരക്കാരുടെ നൊമ്പരങ്ങൾ എൻ്റെ കർത്താവിനെ സ്പർശിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കണം, ഈ ഒരു സാഹചര്യത്തിലായിരിക്കുന്ന സഹോദര, നീ നല്ല പതുപതുത്ത കസേരയിലിരിക്കുമ്പോഴും നിൻ്റെ മനസ്സ് വിണ്ടുകീറുകയാണെങ്കിൽ, നിൻ്റെ മുൻപിൽ കഴിക്കാനെല്ലാം ഉണ്ടെങ്കിലും ഒന്നിനും രുചി തോന്നുന്നില്ലെങ്കിൽ, കാശശക്തിക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ടെങ്കിലും ഒന്നും കാണാതിരിക്കുന്നുവെങ്കിലും, നിന്നെ പൊക്കിക്കൊണ്ട് നടക്കാൻ എല്ലാവരും ഉണ്ടെങ്കിലും എങ്ങോട്ടും പോകാൻ മനസ്സില്ലാതിരിക്കുന്നുവെങ്കിൽ, ഒന്ന് മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് പുഞ്ചിരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ, അതിവേദനയിൽ ജീവിതം നയിക്കുന്നുവെങ്കിൽ, നിരാശയിൽ ജീവിതം നയിക്കുന്നുവെങ്കിൽ, നിന്നെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്തെന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിയണം. നീ അവൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നാൽ മതി. ശബ്ദമില്ലാതിരിക്കുമ്പോൾ നമുക്ക് ശബ്ദിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയും, അയ്യോ കർത്താവേ, ശബ്ദം താണുപോയി, വേദപുസ്തകം വായിക്കാൻ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, ഒന്ന് പള്ളിയിലോ പ്രാർത്ഥനയ്ക്കോ പോകാൻ ആരോഗ്യമില്ലാതെ പോയി, ആരും എന്നെ കൊണ്ടുപോകാനില്ല. നീ വിഷമിക്കണ്ട, ദൈവമുഖത്തേക്ക് നോക്കിക്കോ. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ് കർത്താവ്. നിനക്കൊരു നല്ല പാട്ട് ഒന്ന് ശബ്ദമുയർത്തി പാടാൻ തക്കോണമുള്ള ശബ്ദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ധ്വനികളില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതിലും വിഷമിക്കണ്ട. നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ മാലാഖമാരുടെ സ്തുതിഗീതങ്ങളോടൊപ്പം അവൻ അത്യുച്ചത്തിൽ കേൾപ്പിക്കും. ആ ദൈവത്തെ ധ്യാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ, വനമേഘേ വേഗം വന്നിടണേ. മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? ഈ ജീവിത അന്ധകാരത്തിൽ കൂരിരുൾ താഴ്വരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും, എൻ്റെ മൽപ്രിയനെ നീ എപ്പോൾ വരും? എനിക്ക് കണ്ണു തുറന്ന് ചെവി തുറന്ന് ശക്തിയോടെ അങ്ങയൊന്ന് സ്തുതിക്കണം, അങ്ങയൊന്ന് മഹത്വപ്പെടുത്തണം, പലരോടും സാക്ഷിക്കണം. മനസ്സിലാഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹം യഥാർത്ഥമാണെങ്കിൽ സഹോദര, ദൈവം അത് നിവർത്തിക്കും. ആ നിവർത്തിക്കലിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുവാൻ ഈ സാക്ഷ്യത്തിലൂടെ, ഈ ചിന്തയിലൂടെ ഇടയായിത്തീരണം. മൂന്നാമതായി, സൗഖ്യമാകേണ്ടവരൊക്കെ സൗഖ്യമാകുകയാണ്. കുരുടൻ്റെ കാഴ്ച എന്തായിരിക്കും? മുടന്തൻ്റെ, തളർവാദിയുടെ ആരോഗ്യം എന്തായിരിക്കും? ചെകിടൻ്റെ കേൾവി എന്തായിരിക്കും? കുരുടൻ്റെ കാഴ്ചയും ചെകിടൻ്റെ കേൾവിയും മുടന്തൻ്റെ ആരോഗ്യവും തളർവാദിയുടെ സൗഖ്യവും ഒക്കെ ഓരോ രീതിയിൽ ഓരോ പ്രാർത്ഥനകളാണ് പ്രിയമുള്ളവരെ. അതുവരെ കണ്ണടച്ചിരുന്നവൻ കണ്ണു തുറക്കുന്നതും, ചെവി കൊട്ടിയടച്ചിരുന്നവൻ ചെവി തുറക്കുന്നതും ഒക്കെ ചിന്തകൾക്കപ്പുറമാണ്. യഫദ എന്ന് പറഞ്ഞ്, തുറന്നു വരിക എന്ന് പറഞ്ഞ് സൗഖ്യം കൊടുത്തവൻ്റെ വഴുത്താരുകളെ സാക്ഷിക്കാനുള്ളതാണ്. അടഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ണുകളൊക്കെ തുറക്കട്ടെ. ഇതുവരെ നമ്മൾ കണ്ടതൊന്നും കാഴ്ചകളല്ല സഹോദരങ്ങളെ. 30, 40, 60, 80 വർഷമായി നമ്മൾ ഒത്തിരി കണ്ടു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെന്താ ഞങ്ങൾ ഇതുവരെ കണ്ടത്?
നമ്മൾ കേട്ടതൊന്നും കേൾവിയല്ല, പഠിച്ചതൊന്നും പാഠങ്ങളല്ല, ഓടിയതൊന്നും ഓടേണ്ട മേഖലയല്ലായിരുന്നു. നമ്മൾ വെറുതെ മുടന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ മുടന്തില്ല, ഒരുപക്ഷെ കുരുടത്വമില്ല, കേൾവിശക്തിക്ക് കുറവില്ല. പക്ഷേ ഓർത്തുകൊള്ളണം, ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളിന്നും മുടന്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. കേൾവി ഇല്ലാതിരിക്കുകയാണ്. കേൾക്കേണ്ടതൊന്നും ശരിയായി കേട്ടിട്ടില്ല, കേൾക്കേണ്ടാത്തത് ഒത്തിരി കേട്ടു. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരുപാട് ഓടുന്നുണ്ട്. ഓടുമെങ്കിലും ആ ഓട്ടത്തിലൊക്കെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഒരു വലിയ കിഴപ്പുണ്ട്, ഒരു കഴപ്പുണ്ട്. നമ്മൾ ഒത്തിരി വായിക്കുന്നെങ്കിലും ആ വായനയിലും ആ കാഴ്ചയിലും പോലും എന്തൊക്കെയോ ഒരു അന്ധതകളുണ്ട്. പ്രകാശമുള്ളത് നമ്മൾ വായിച്ചിട്ടില്ല, കേൾക്കേണ്ട ദിവ്യസ്വരം കേട്ടിട്ടില്ല. നമ്മൾ ദൂതന്മാരുടെ സ്തുതിഗീതം കേട്ടിട്ടുണ്ടോ? വിശുദ്ധന്മാരുടെ ദിവ്യാനുഭവം കേട്ടിട്ടുണ്ടോ? ദൈവപുരുഷനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും ഇനിയും അതൊക്കെ നമ്മൾ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, പാടാൻ കിടക്കുന്നതേ ഉള്ളൂ. കുഞ്ഞാടിൻ്റെ വലിയ വരവിൽ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ ഇനിയും അവസരങ്ങൾ ഇനിയുമാ ഉള്ളത്. നമ്മൾ ദൈവസന്നിധിയിൽ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. എൻ്റെ കാഴ്ചയിലൂടെ എൻ്റെ ദൈവത്തെ കണ്ടില്ലെങ്കിൽ, എൻ്റെ കേൾവിയിലൂടെ ദൈവസ്വരം കേട്ടില്ലെങ്കിൽ, എൻ്റെ ആരോഗ്യകരമായ അനുഭവത്തിലൂടെ ദൈവപാതയിലെത്തിയില്ലെങ്കിൽ അത് മുടന്താണ്, അത് കുരുടാണ്, അത് ചെകിടാണ്, അത് വികലാംഗമാണ്. ഏറ്റവും വൈശല്യമേറിയ സഹോദരങ്ങളെ, കർത്താവ് സൗഖ്യമാക്കിയ, പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. സുവിശേഷത്തിൻ്റെ പ്രസക്തി അതാണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നവർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തെങ്കിൽ അവൻ്റെ പാദപീഠത്തിൻ്റെ മനോഹാരിത എത്ര വലുതാണ്. ആ പാദപീഠങ്ങളെ നമ്മൾ അനുഗമിക്കാം. അവൻ പോയ വഴിയിലൂടെ നമുക്ക് നടക്കാം. അവിടെ തിരുരക്തത്തിൻ്റെ സുഗന്ധമുണ്ട്. അവൻ്റെ പാദങ്ങൾ പതിഞ്ഞ വഴിത്താരകളുണ്ട്. നമ്മളുടെ ഏത് പ്രതിസന്ധിയാണെങ്കിലും, അതെത്രമാത്രം കഠിനമാണെങ്കിലും, പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായാലും ഒരു വെളിച്ചവും നമുക്കുണ്ടാകണം. അവന് നമ്മളോട് വാത്സല്യമുണ്ട് സഹോദരങ്ങളെ, അവന് നമ്മളോട് സ്നേഹമുണ്ട്. നമ്മളെ കരുതുന്ന ദൈവമാണവൻ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നത് എന്തിനു നീ എന്നുള്ള ദൈവസ്വരം നമ്മൾ കേൾക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഒരു കാലത്ത് കുരുടന്മാരായിരുന്നു, മുടന്തന്മാരായിരുന്നു, ചെകിടന്മാരായിരുന്നു, വികലാംഗരായിരുന്നു. അങ്ങനെയുള്ള നമ്മളെയൊക്കെ ദൈവം ഇന്ന് ഒരുപക്ഷെ മാനസികമായും ആത്മീകമായും ശാരീരികമായും തളർന്നുപോയവരായിരുന്നു നമ്മൾ. ഇന്ന് ദൈവം നമ്മളെയൊക്കെ ഒരു ഉറച്ച പാറയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പൂർവ്വകാല അപജയങ്ങളിലേക്ക് പോകാതെ നമ്മൾ തിരിച്ചു വരണം. ഭൗതികമായി നോക്കിയാലും ഈ വിവിധമായ ഏതെങ്കിലും അസുഖങ്ങളിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഞാൻ മുടന്തുന്നത് എൻ്റെ കർത്താവിനോടൊപ്പമാണ്. ഞാൻ ചെല്ലുന്നതുവരെയും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കും. ക്രൂശെടുത്തവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഞാൻ കാണുന്നില്ലെങ്കിൽ, കാഴ്ച കുറഞ്ഞു വരുന്നെങ്കിൽ, അതെ, എനിക്ക് കാണാൻ തക്കവണ്ണം അവനൊരു ഉൾക്കാഴ്ച തരും. എനിക്ക് ചെവി കേൾക്കുന്നില്ലെങ്കിൽ, വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ശ്രവണശക്തി കുറയുന്നുവെങ്കിൽ, എനിക്ക് കേൾക്കുവാൻ തക്കവണ്ണം അവൻ ഉച്ചത്തിൽ ഞാൻ കേൾക്കത്തക്ക രീതിയിൽ തന്നെ അവൻ്റെ ആശയങ്ങൾ സംവേദിക്കും. നമ്മുടെ മുൻപിൽ നമ്മുടെ മാതാപിതാക്കളായി മുടന്തു വന്നവരുണ്ട്, തളർച്ച വന്നവരുണ്ട്, കേൾവി കുറഞ്ഞവരുണ്ട്, കാഴ്ച കുറഞ്ഞവരുണ്ട്. അത്തരക്കാരുടെ ബലഹീന സാഹചര്യങ്ങളെയൊക്കെ കാണുമ്പോൾ അവരെ നിന്ദിക്കാതെ, അവർ കാണാൻ ബുദ്ധിമുട്ടുമ്പോൾ
കേൾക്കാൻ സാധിക്കാതെ ഒന്നുകൂടി പറയാൻ തക്കവണ്ണം ആവശ്യപ്പെടുമ്പോൾ അവരെ നിന്ദിക്കാതെ അവരോടൊക്കെ നമ്മൾ ബഹുമാനത്തോടെ ഇടപെടണം. കാരണം നാളെ ഇന്ന് കാഴ്ചയുണ്ടെന്ന് പറയുന്ന നമ്മൾ അന്ധന്മാരാകും, കേൾവിയുണ്ടെന്ന് പറയുന്നവർ ബധിരന്മാരാകും, ആരോഗ്യത്തോടെ ഓടി നടക്കുന്നവർ തളർന്നിരിക്കും. അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ, അതൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബലവും ശക്തിയുമുള്ളപ്പോൾ നമ്മളുടെ കണ്ണുകൾ തിരുവചനം വായിക്കുന്നതിനും ചെവികൾ ദൈവസ്വരം കേൾക്കുന്നതിനും നമ്മളുടെ ആരോഗ്യം അവനെപ്പറ്റി സാക്ഷിക്കുന്നതിനുമുള്ള ഉത്തമമായ മാർഗങ്ങൾ ആക്കി തീർക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.